തിരുവനന്തപുരത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സർക്കാർ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതായി സംശയമുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഇ ഡി ഹർജിയിൽ ആരോപിക്കുന്നു. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്ന ഇ ഡി ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 9ാം പ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇ ഡിയുടെ അപ്പീൽ. സർക്കാർ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതായി സംശയമുണ്ട്. കൂടാതെ തെളിവ് ശേഖരണം ഉൾപ്പെടെ പൂർത്തിയാക്കാതെയാണ് പ്രതിക്ക് ജാമ്യം നൽകിയത്. പ്രതി ജാമ്യത്തിൽ തുടരുന്നത് കേസ് അട്ടിമറിക്കപ്പെടാൻ ഇടയാക്കും എന്നിങ്ങനെയാണ് ഇ ഡിയുടെ വാദങ്ങൾ. പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം ലഭിക്കാൻ പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചുവെന്നതിന്റെ തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച വടി കിട്ടിയിട്ടില്ലെന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. എന്നാൽ അന്വേഷണം ഏകദേശം പൂർത്തിയായെന്നും പ്രതിയെ കസ്റ്റഡിയിൽ ഇനി വേണ്ടെന്നുമായിരുന്നു സർക്കാർ അഭിഭാഷകൻ കീഴ്ക്കോടതിയിലെടുത്ത നിലപാട്. ഇതോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഹരീഷ് കുമാറിന് കോടതി ജാമ്യം നൽകുകയായിരുന്നു. ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇ ഡിയുടെ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ജനം, കൊച്ചി.